DGP നിയമനം സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ചട്ടപ്രകാരമാണ് നിയമനം. വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാകും സർക്കാർ തീരുമാനമെന്നും KK രാഗേഷ് പറഞ്ഞു. ചിലപ്പോൾ ഒഴിവാക്കിയവരായിരിക്കും കേരളത്തിൻ്റെ താല്പര്യത്തിന് കുറേ കൂടി മെച്ചപ്പെട്ടവർ. നമുക്കതറിയില്ല. അങ്ങനെ ഒഴിവാക്കിയിട്ട് വന്ന ലിസ്റ്റിൽ നിന്നുള്ള ഒരാളെ നിയമിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് ആരാണ്? കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ നയിക്കാൻ വേണ്ടി പറ്റുന്ന ആരാണ്? ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏതാളെക്കുറിച്ച് എടുത്താലും ഇതുപോലെ വിമർശനം ഉണ്ടാവും. ഏതാളെക്കുറിച്ച് ഇപ്പം 3 പേരല്ലേ പറഞ്ഞത്, ആ 3 പേരെക്കുറിച്ച് ഇതുപോലെ വിമർശനം ഉണ്ടാവും. വ്യത്യസ്ത രീതിയിലുള്ള വിമർശനങ്ങളുണ്ടാവും. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിമർശനം പറയുന്നത്, മറ്റവരെ കുറിച്ച് പറയുമ്പോൾ വേറെ വിമർശനം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പറ്റാവുന്ന ഒരാളെ നിയമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം തികഞ്ഞവരാണ് എന്നല്ല, വിമർശനത്തിന് അതീതരാണ് എന്നല്ല. വിമർശനം ഉണ്ടാവും, പക്ഷെ പറ്റാവുന്ന ഒരാളെ നിയമിച്ചു. അതിനെ കൂത്തുപറമ്പ് സംഭവവുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് സംഭവത്തെ വിവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ പിന്നിലുള്ള അജണ്ട നാടിനെക്കുറിച്ച് അറിയാതെയാണ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പിലെത്തിയത്. അന്ന് പുതുതായി ASP ആയി ചുമതല ഏറ്റതേ ഉണ്ടായിരുന്നുള്ളൂവെന്നും KK രാഗേഷ് പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പ് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങളും KK രാഗേഷ് വിശദീകരിച്ചു. കൂത്തുപറമ്പ് വെടിവെപ്പ് സംബന്ധിച്ച് ആക്ഷേപങ്ങൾക്കല്ല കണ്ടെത്തലുകൾക്കാണ് പ്രസക്തി. B. ജയരാജൻ മറ്റൊരു നിലപാടെടുത്തിട്ടില്ല. വാക്കുകൾ മാധ്യമങ്ങൾ വക്രീകരിച്ചതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് ഗൂഢാലോചനയിൽ റവാഡയ്ക്ക് പങ്കില്ല. കമ്മീഷൻ റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. വിവാദം ഉണ്ടാകേണ്ട കാര്യമല്ല. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും BS നായനാർ എന്നിവരുടെ കാലത്ത് റവാഡ ജോലി ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.